വളാഞ്ചേരിയിലെ കിഴക്കേക്കര എന്ന പ്രദേശത്ത് ഒരു സംഭവമുണ്ടായി. ബഹുമാന്യനായ തങ്ങളവറുകൾ കിഴക്കേക്കരയിലെ ഒരു പള്ളിയുടെ ഉദ്ഘാടനത്തിന് കർമ്മത്തിന് വേണ്ടി വന്നു. പരിശുദ്ധമായ മസ്ജിദിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ് പ്രാർത്ഥന കഴിഞ്ഞ് തൊട്ടടുത്ത ഒരു പ്രമുഖ ലീഗ് നേതാവിൻ്റെ വീട്ടിൽ നിന്നും ഭക്ഷണം കഴിച്ചിറങ്ങുമ്പോൾ തങ്ങൾ ചോദിച്ചു, ഇവിടെ മുഹമ്മദ് എന്ന് പറയുന്ന ഒരാളില്ലേ, അദ്ദേഹത്തിൻ്റെ സ്ഥലം ഏതാണ്? ആ കൂട്ടത്തിലെ അപ്പോൾ പ്രമുഖരായി ആ പ്രദേശത്തുണ്ടായിരുന്ന നമ്മുടെ പാർട്ടി പ്രവർത്തകന്മാരും ഒക്കെ എല്ലാവരും ഉള്ള ഒരു സദസ്സാണ്. ഇവിടെ മുഹമ്മദ് എന്ന് പറഞ്ഞ ഒരാളില്ലല്ലോ, തങ്ങൾ അന്വേഷിക്കുന്ന ഒരു മുഹമ്മദ് ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്ന കൂട്ടത്തിൽ കുറേ സമയം കഴിഞ്ഞപ്പോൾ തങ്ങൾ വണ്ടി കയറാൻ നിൽക്കുന്ന സമയത്ത് ഇവിടെ അങ്ങനെ മുഹമ്മദൊന്നുമില്ല, ഇവിടെ ഒരു മുഹമ്മദ് ഉള്ളത് പിരാന്തം മുഹമ്മദാണ്. അതെവിടെയാണെന്ന് ചോദിച്ചു തങ്ങൾ ചിരിച്ചിട്ട്. അതാ കാണുന്ന കുറച്ചും കൂടെ പോയാൽ തങ്ങളിങ്ങോട്ട് വന്ന വഴിയിൽ ആ വലിയ 2 മൂച്ച് നിൽക്കുന്നതിൻ്റെ അപ്പുറത്തുള്ള അതിൻ്റെ ഓപ്പോസിറ്റുള്ള സ്ഥലത്താണ്. ആ പിരാന്തം മുഹമ്മദാണ്. ആ വായി തോന്നിയൊക്കെ പറഞ്ഞിങ്ങനെ നടക്കണ്ടാവുന്നു. അപ്പോൾ ഈ മുഹമ്മദിൻ്റെ പണി എന്താണെന്ന് പറഞ്ഞാൽ, മുഹമ്മദാക്കാൻ്റെ പണി എല്ലാ ദിവസവും കുറച്ച് മണ്ണ് കുഴച്ച് ഒരു ചുമരുണ്ടാക്കി അങ്ങനെ ചെറിയ കുടിൽ ഇങ്ങനെ ഉണ്ടാക്കും. ഉണ്ടാക്കുമ്പോൾ അതുവഴി കടന്നു പോകുന്ന ആളുകളൊക്കെ ചോദിക്കും, മുഹമ്മദ് എന്നാപ്പം എൻ്റെ കുടിയിലേക്ക് പാണക്കാട്ടെ വല്യങ്ങൾക്ക് ഒഴിവിട്ടണം എന്നാണ് എന്ന് പറഞ്ഞു. പാണക്കാട്ടെ വല്യങ്ങൾക്ക് ഒഴിവ് കിട്ടണം എന്നാണ് എന്ന് പറഞ്ഞു. അത് പറഞ്ഞങ്ങനെ തങ്ങൾക്ക് ഒഴിവ് കിട്ടിയില്ലല്ലേ മോദാക്ക അല്ലെങ്കിൽ മുഹമ്മദ് എന്നൊക്കെ ചോദിച്ച ആളുകൾ എന്നും പരിഹസിച്ചു പോകും. ഇവരോട് പള്ളിയിൽ നിന്ന് പള്ളി ഉദ്ഘാടനം കഴിഞ്ഞ് ആ വീട്ടിൽ നിന്ന് കാറ് കയറി നേരെ വന്നിട്ട് ഡ്രൈവർ മുജീബിനോട് ഈ പിരാന്തം മുഹമ്മദ് എന്നെല്ലാവരും പറയുന്ന ആ മനുഷ്യൻ്റെ ആ കൂടിൽ ചെറിയൊരു കൂര അവിടെ നിർത്താൻ പറഞ്ഞു. അവിടെ നിർത്തി തങ്ങൾ ഇറങ്ങിയപ്പോൾ ഈ മുഹമ്മദ് അവിടെ നിന്ന് ഇറങ്ങി വന്നു. പഴയ കാലത്ത് ഇരുമ്പിൻ്റെ ഒരു തകരത്തിൻ്റെ കസേര, അതിൻ്റെ ഒരു ഭാഗം ഈ ബാക്ക് സൈഡ് ചാഞ്ഞിരിക്കുന്ന ഭാഗം ഇല്ലാത്തത് ഏതോ കച്ചറയിൽ നിന്ന് എടുത്തു കൊടുത്തിട്ടുള്ള അതുമേ ഈ വളരെ മുഷിഞ്ഞ മുണ്ടുകൊണ്ട് എടുത്തതിൻ്റെ ഒരു തല കൊണ്ട് മുഹമ്മദ് തുടച്ചു കൊടുത്തിട്ട് ആ കസേര എവിടെ ഇരിക്കും. തങ്ങൾക്ക് വേറെ മുജീബ് ഒരു ടവല് കൊണ്ടുവന്ന് ആദ്യം മട്ടപ്പോൾ അത് വേണ്ട എന്ന് പറഞ്ഞിട്ട് മുഹമ്മദിൻ്റെ ഈ ചളിയായ ചെയറിൽ തന്നെ തങ്ങളിരുന്നു. അതിലിരുന്നിട്ട് ഇന്ന് വളാഞ്ചേരിയിലെ CH ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്തുള്ള അബുവിൻ്റെ ഹോട്ടൽ എന്ന് പറയുന്ന ഹോട്ടൽ അബു, അവിടുന്ന് മുഹമ്മദ് ഒരു പൊട്ടിയ പ്ലേറ്റിൽ 2 പൊറോട്ടയും ഒരു ഇറച്ചിക്കറിയും മേടിച്ചിട്ട് അതിൽ എപ്പോഴോ കൊടുന്ന് ഒഴിച്ചു വെച്ചിട്ടുണ്ട്. വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിച്ചു വന്ന തങ്ങളുടെ മുന്നിൽ ഈ മണ്ണിൻ്റെ ചളി വരേണ്ട പ്ലേറ്റിലെ പൊറോട്ടയും കറിയും കൂടെ വെച്ചു കൊടുത്തിട്ട് ആരും ഒന്നും തന്നിട്ടുണ്ടാവില്ല, വിശപ്പിന് ഇത് തിന്നൂടി എന്ന് പറഞ്ഞു. ആ പാത്രത്തിൽ കൈയിട്ട് തങ്ങൾ ആ പൊറോട്ടയും അതിലുള്ള ഒരു ഇറച്ചി കഷ്ണം കഴിച്ച് ബാക്കി ഇത്ര മതി, ഇനി കൊണ്ടുവരണോ വേണ്ട, തങ്ങൾക്കൊരു ചായ ഒഴിച്ചു വെച്ചു. അതിന് പകുതി കുടിച്ചു. അപ്പോഴേക്കും ഈ പരിസരത്തുള്ള ഏതാണ്ട് ആളുകളൊക്കെ വന്നുകൂടി. എന്നിട്ട് കൈ കഴുകാനുള്ള വെള്ളം അതില്ല, ആരോ വേറെ അപ്പോഴും വെള്ളം കൊടുന്നു, അത് കൈയൊക്കെ കഴുകി. അപ്പോൾ വീണ്ടും ഈ ചളിയായ ഉടുത്ത മുണ്ടിൻ്റെ തല കാണിച്ചു കൊടുത്തു. അതിൽ തങ്ങൾ തുടച്ചിട്ട് അപ്പോൾ ടിഷ്യൂ പേപ്പറൊക്കെ കൊടുന്ന് അതൊക്കെ തുടച്ച് റെഡിയാക്കി അവിടെ ഒരു പ്രാർത്ഥന നടത്തിയിട്ട് മുഹമ്മദ് ഖാൻ്റെ കുടിയിരിക്കലാ എന്ന് പറഞ്ഞ് പോരുമ്പോൾ അവിടെ എന്തോ കവറിന്ന് ഈ പള്ളിയിൽ അവിടുന്ന് ആരും എന്തോ കൊടുത്തൊരു കവറ് ഈ മുഹമ്മദ് ഖാക്ക് കൊടുത്തു. പോട്ടെ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് വണ്ടി കയറി. മുഹമ്മദ് ഖാ അവിടുന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, എല്ലാവരും കളിയാക്കി, എടാ പിരാന്തന്മാർക്ക് ഒരു തങ്ങളുണ്ട്, ഒരു നേതാവുണ്ട്, ഞങ്ങളെപ്പോലത്തെ ചളിയായ ആളുകൾക്കൊരു നേതാവുണ്ട്, ആ മുത്ത് മാണിക്കക്കല്ലാണ് ആ പോണത്, അതാണ് പാണക്കാട്ടെ വലിയ തങ്ങൾ. പാണക്കാടിന്റെ മണ്ണിൽ പൂത്തുലഞ്ഞ പൂമരമേ, പാരിലെ ശോഭയും സുഗന്ധമായി തീർന്നവരെ. പാണക്കാടിന്റെ മണ്ണിൽ പൂത്തുലഞ്ഞ പൂമരമേ, പാരിലെ ശോഭയും സുഗന്ധമായി തീർന്നവരെ. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ